ഹായ് ഓൾ, ഏൺസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ മെക്കാനിക്കൽ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയുള്ളൊരു അനൗൺസ്മെൻ്റ് ആണ്. അതായത് നമുക്കറിയാം 2025 മെക്കാനിക്കൽ ബിടെക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 3 എക്സാമുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പക്ഷേ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ 2 എക്സാംസ് വരുന്നത് നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ സ്ലോട്ടിലേക്കാണ്, അല്ലെങ്കിൽ ഓഗസ്റ്റ് ഒക്ടോബർ സ്ലോട്ടിലാണ് ഇതിൽ 2 എക്സാമുകൾ വരുന്നത്. അത് അസിസ്റ്റന്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, അതുപോലെ രണ്ടാമത്തേത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ 2 ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളത് നമുക്ക് വരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ സ്ലോട്ടിലേക്കാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു സ്ലോട്ട് വരുമ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അല്ലേ. അപ്പോൾ ഇതുവരെ ജൂലൈ വരെയുള്ള എക്സാം കലണ്ടർ PSC പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി PSC ഈ ഒരു മന്ത് എൻഡിലേക്കൊക്കെ ഓഗസ്റ്റിലേക്കുള്ള എക്സാം കലണ്ടറും പുറത്തുവിടും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ലോട്ടിലെ ആദ്യത്തെ മന്തിലേക്ക് എക്സാം വരുന്നതായിട്ട് നമുക്ക് റീസെൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു സ്ലോട്ടിലേക്ക് ഒരു എക്സാം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ സ്ലോട്ടിന് ആദ്യത്തെ മന്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും ഒരു ഓഗസ്റ്റ് മന്ത് എക്സാം കാണും എന്നുള്ളൊരു ധാരണയോടുകൂടി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കത്തേ ഉള്ളൂ, അതൊരിക്കലും ഒരു നഷ്ടം ഉണ്ടാക്കത്തില്ല. അഥവാ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആവുകയാണെങ്കിൽ നമുക്കതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം റിവിഷനും മറ്റു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓഗസ്റ്റിൽ എക്സാം കാണും എന്നുള്ള ധാരണയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. റീസെൻ്റ് ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് മറ്റ് എക്സാമുകളെല്ലാം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു 100 days സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇനിയൊരു 3 മാസം കൊണ്ട് നമുക്ക് നമ്മളുടെ ഈ സിലബസ് എങ്ങനെ നമുക്ക് കവർ ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ്. മെക്കാനിക്കലിൻ്റെ കോമൺ സബ്ജക്ട്സ് അല്ലെ ബേസിക് സബ്ജക്റ്റുകളൊക്കെ അടങ്ങുന്ന ഒരു സിലബസാണ് നമ്മളിപ്പം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 100 days കൊണ്ട് നമുക്ക് ഈ ഒരു സിലബസ് എങ്ങനെ കവർ ചെയ്യാമെന്നുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മുടെ യദു സാർ നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതൊരു ഫ്രീ വെബിനാറായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. 12-ാം തീയതി 12/5 വൈകുന്നേരം 8 മണിക്കാണ് ഈ വെബിനാർ. അപ്പോൾ ഇതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. എല്ലാവരും മാക്സിമം ഇത് ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പ്രിപ്പറേഷൻ പാതി വഴിക്ക് നിൽക്കുകയാണ്, അതല്ല ഇനിയും നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ല, നിങ്ങൾക്കിനിയും മുമ്പോട്ട് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് പ്ലാനിലാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാറിനോട് നേരിട്ട് തന്നെ ചോദിക്കാം. നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ ചോദിക്കാം. അതിൽ നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ആണ് കൊടുക്കുന്നത് മെയിനായിട്ട്. പക്ഷേ അതുപോലെ തന്നെ എന്താണ് സിലബസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളവിടെ കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ലൈവായിട്ട് തന്നെ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളുടെ കോഴ്സ്, നമ്മൾ ഈ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിനുള്ള ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോംബോ കോഴ്സ് പോലാണ്. അതായത് ഞാൻ പറഞ്ഞു 3 എക്സാമുകളാണ് വിളിച്ചത് അല്ലേ. 3ാമത്തെ എക്സാം ഏതായിരുന്നു, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ പോസ്റ്റിലേക്കുള്ള ഇതും വിളിച്ചിട്ടുണ്ട് അല്ലേ. അത് വരുന്നത് സെപ്റ്റംബർ-നവംബർ സ്ലോട്ടിലേക്കാണ്. സെപ്റ്റംബർ ഒക്ടോബർ നവംബർ സ്ലോട്ടിലേക്കാണ് ആ ഒരു എക്സാം വന്നിട്ടുള്ളതെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഈ 3 കോഴ്സുകൾക്കും വേണ്ടിയുള്ള, അല്ലെങ്കിൽ 3 എക്സാമുകൾക്കും വേണ്ടിയുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ മോഡൽ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, ക്ലാസ് ടെസ്റ്റ്, മെൻറ്റർഷിപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇനി ആരംഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് റാങ്കുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 1st, 2nd, 3rd റാങ്കുകൾ മാത്രം ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ കണ്ടന്റ് മാക്സിമം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്തുന്ന രീതിയിലോട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ ഒരു കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്താൻ നിങ്ങൾക്ക് പരിശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ നിങ്ങളൊന്ന് നോക്കുക. നമുക്ക് അപ്ലൈ ചെയ്യാൻ ഒരു എക്സാം കിടപ്പുണ്ട്, ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ. ഓക്കെ, ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ITLA അധ്യാപകനാകാനുള്ള ഒരു അവസരമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. അത്യാവശ്യം എളുപ്പത്തിലൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു എക്സാമാണ്. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിട്ടിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 4/6/2025 ആണ്. ഓക്കെ, അത് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാമിന് വേണ്ടി ഇനി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം പോയി ആ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക.
നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തൊരു ജോലി നേടാൻ പറ്റുന്ന ഒരു എക്സാമുമാണ് ഇതെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്താണ് നമ്മുടെ ആ ഒരു സ്ലോട്ടിൻ്റെ ആദ്യത്തെ മന്തിൽ എക്സാം കാണും എന്നുള്ള രീതിയിൽ തന്നെ വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ രീതിയിൽ ഒരു പ്ലാനും ഒരു സ്ട്രാറ്റജിയൊക്കെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ. അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.